നമസ്കാരം. മലയാളികൾക്ക് അധികം സുപരിചിതമല്ലാത്ത എന്നാൽ വളരെ സ്വാദിഷ്ടമായൊരു പ്രഭാത ഭക്ഷണമാണ് സ്പഗറ്റി കൊണ്ടുള്ള ന്യൂഡിൽസ്. 4 പേർക്ക് കഴിക്കാൻ ആവശ്യമായ തോതിലാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളത്. സാമാന്യം വലിപ്പമുള്ള ഒരു പാത്രത്തിലാണ് നമ്മൾ സ്പഗറ്റി വേവിക്കുന്നത്. ഏകദേശം 5 കപ്പ് വെള്ളം മതിയാവും സ്പഗറ്റി വേവിച്ചെടുക്കാനായിട്ട്. 4 പേർക്ക് കഴിക്കാനായിട്ട് ഏകദേശം ഒരു 100-150 ഗ്രാം സ്പഗറ്റി മതി. സ്പഗറ്റി പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ആ വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ ആവശ്യത്തിന് എണ്ണ ചേർക്കണം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഈ സ്പഗറ്റി ഒരു ഇറ്റാലിയൻ ഡിഷാണ്. വളരെ സ്വാദിഷ്ടമായ എന്നാൽ ഫൈബർ ഒരുപാട് അടങ്ങിയ ഗോതമ്പിനമാണ്. ആ കാരണത്താൽ പ്രഭാത ഭക്ഷണത്തിന് ഏറ്റവും നല്ല ഒരു ഗോതമ്പ് ഉൽപ്പന്നമാണ് സ്പഗറ്റി. തനതായ രീതിയിലുള്ള സ്പഗറ്റി പാചകം ചെയ്യുമ്പം സ്പഗറ്റി ഇങ്ങനെ ഒടിച്ചിടാറില്ല. പക്ഷേ നമുക്ക് ഈ ഫോർക്കൊക്കെ വെച്ച് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യത്തിന് സ്പഗറ്റി ഇത്രയും നീളത്തിലാണ്. ഞാൻ സാധാരണ ഇത് 2ആയിട്ട് ഒടിച്ചാണ് ഇടാറുള്ളത്. നമുക്ക് ഈ ഫോർക്കൊന്നും വെച്ച് അധികം ബാലൻസ് കിട്ടുകയില്ലല്ലോ, അതിനാലാണ്. ക്യാരറ്റും മറ്റുള്ള പച്ചക്കറികളും ഒക്കെ നീളത്തിൽ തന്നെ അരിഞ്ഞിടണം. സ്പഗറ്റിയുടെ അതേ വലുപ്പത്തിൽ തന്നെ പച്ചക്കറികൾ അരിഞ്ഞിടുന്നതാണ് നല്ലത്. സാധാരണയായി പച്ചമുളക് ഇതിനകത്ത് ഉപയോഗിക്കാറില്ല. പക്ഷെ നമ്മൾക്ക് അല്പം എരിയൊക്കെ വേണ്ടുന്നതുകൊണ്ട് ക്യാപ്സിക്കം നല്ലതാണ്, നല്ലൊരു ഓപ്ഷനാണ് ക്യാപ്സിക്കം. 3 നിറത്തിലുള്ള ക്യാപ്സിക്കമാണ് നമ്മളിന്ന് എടുക്കുന്നത്. പച്ച, മഞ്ഞ, ചുവപ്പ് നിറത്തിലുള്ള. ഇതിൽ ചുവപ്പ് നിറത്തിലുള്ള ക്യാപ്സിക്കത്തിന് അല്പം എരി കൂടുതലാണ്, എങ്കിലും നല്ലൊരു ഫ്ലേവറാണ്. മഞ്ഞയ്ക്കും പച്ചയ്ക്കും അത്ര എരിയില്ല. ഈ 3 നിറം കൂടെ ആ സ്പഗറ്റിക്കകത്ത് കിടക്കുമ്പോൾ നല്ല കളർഫുള്ളാണ്. അതുപോലെ തന്നെ നല്ലൊരു ആരോമയുണ്ട്, നല്ല ടേസ്റ്റിയാണ്. ക്യാബേജ് നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. ക്യാബേജ് സ്പഗറ്റി കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിന് നല്ല രുചി നൽകും. സ്പഗറ്റി വെന്ത് വരാനായിട്ട് ഏകദേശം 10 മിനിറ്റ് മതി. പിന്നെ ഓരോ സ്പഗറ്റിയുടെ വേവ് അനുസരിച്ചുണ്ട്. നമ്മൾ സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഞെക്കി നോക്കിയാൽ മതി വേവ് കറക്റ്റായിട്ട് അറിയാനായിട്ട്. അത് വെള്ളം തോർത്തിയെടുക്കുക. 4 പേർക്ക് കഴിക്കാനായിട്ടുള്ള അളവ് 4 മുട്ട മതിയാവും. 4 മുട്ട എടുത്ത് പൊട്ടിച്ച് ഒരു പാത്രത്തിലിട്ടിട്ട് നമ്മൾ ഓംലെറ്റൊക്കെ അടിക്കുന്ന പോലെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. സാമാന്യം നന്നായിട്ട് കഴിക്കുന്നവർക്ക് 4 മുട്ട മതി. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഉപ്പ് ചേർക്കണം. ഓംലെറ്റൊക്കെ അടിക്കുമ്പോൾ നമ്മൾ സാധാരണ ചേർക്കുന്ന കൂട്ട് തന്നെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്താൽ മതിയാവും. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെയൊരു ഫ്രൈയിങ് പാൻ എടുക്കുക. ഫ്രൈയിങ് പാൻ എല്ലാ വശത്തും എണ്ണ നന്നായിട്ട് ചേർക്കുക. ഏതൊരു എണ്ണയായാലും കുഴപ്പമില്ല. ചേർത്തതിന് ശേഷം പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ മുട്ട ഒഴിക്കാവൂ. നല്ലതായിട്ട് ചൂടാവണം, എങ്കിലേ ആ മുട്ട പൊരിഞ്ഞ് വരുമ്പോൾ ആ മണവും നല്ല രുചിയൊക്കെ കിട്ടുകയുള്ളൂ. നന്നായിട്ട് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം പാനിൻ്റെ എല്ലാ വശത്തും ആകത്തക്ക രീതിയിലൊന്ന് വട്ടം കറക്കി അതിനെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കുക. പാന് എടുത്ത് ഇങ്ങനെ ഒന്ന് വട്ടം കറക്കണം. വട്ടം കറക്കി എല്ലാ ഭാഗത്തും മുട്ടയുടെ തിക്നെസ് ഒരുപോലെ ആക്കണം. കാരണം ഈ മുട്ട നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ന്യൂഡിൽസിനകത്ത് ഇടാനുള്ളതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അടിവശം നന്നായിട്ട് മുരിഞ്ഞതിന് മാത്രമേ ഇങ്ങനെ തിരിച്ചിടാൻ പറ്റൂ. അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ മുട്ടയുടെ ആ ഭംഗിയൊക്കെ അങ്ങ് പോകും. അതുകൊണ്ട് 2 വശം നന്നായിട്ട് തിരിച്ചു മറിച്ച് ഇട്ട് നന്നായിട്ട് മുരിച്ചെടുക്കുക. ഓംലെറ്റൊക്കെ വെക്കുന്ന മാതിരി. പൊരിച്ചെടുത്ത മുട്ട സ്പഗറ്റിയുടെ അതേ നീളത്തിൽ എത്രയും കനം കുറച്ച് അരിയുമോ അത്രയും കനം കുറച്ച് അരിയുക. ഒരേ ഷേപ്പിൽ അരിഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ആ സ്പഗറ്റിക്ക് നല്ല ഒരു ആരോമ കൊടുക്കും, നല്ല ടേസ്റ്റിയാണ്. പിന്നെ എപ്പോഴും പ്രഭാത ഭക്ഷണത്തിൽ മുട്ട ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. നല്ലൊരു പ്രോട്ടീൻ കണ്ടൻറ്റാണ്. ഏറ്റവും നല്ല പ്രോട്ടീനാണ് മുട്ടയ്ക്കകത്തുള്ളത്. പ്രത്യേകിച്ച് വണ്ണമൊക്കെ കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ, അല്പം ഭക്ഷണപ്രിയരായിട്ടുള്ളവരാണെങ്കിലും മുട്ട ഉൾപ്പെടുത്തിയത് നല്ലതാണ്. ഇതാണ് ഇതേ പരുവത്തിലുള്ള ഒരു പാത്രം എടുക്കുക. അല്പം കുഴിയലൊക്കെ ഉള്ള ഒരു പാത്രം വേണം. എന്നാൽ പരന്നും ഇരിക്കണം, ഒരുപാട് കുഴിഞ്ഞു പോരുത്. അതിനകത്തോട്ട് ഒലിവ് എണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഒലിവ് എണ്ണ ഇല്ലെങ്കിൽ
ഏതെങ്കിലും ഒരു എണ്ണയായാലും മതി. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി, ക്യാരറ്റ്, ക്യാപ്സിക്കം എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ക്യാബേജ് നമ്മൾ അവസാനം ഇട്ടാൽ മതി. ക്യാബേജിന് വേവ് കുറവാണ്, അത് പെട്ടെന്ന് അളിഞ്ഞു പോകും. അതുകൊണ്ട് ക്യാബേജ് നമുക്ക് പിന്നീട് ചേർത്താൽ മതി. പച്ചക്കറികളൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. 10 മിനിറ്റ് അധികമാണ്, 10 മിനിറ്റ് വേണ്ട. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പം ക്യാബേജ് അതിലേക്ക് ചേർക്കണം. പച്ചക്കറികളിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പ് എല്ലാ വശത്തും നന്നായിട്ട് പിടിക്കണം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർക്കുക. ക്യാബേജ് ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ശകലം പച്ചമണം മാറുന്നവരെ കുറച്ച് സമയം കൂടെ ഒന്ന് വേവിക്കണം. അടച്ചു വെച്ച് വേവിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ ആ മോയ്സ്ചറൈസറൊക്കെ അതിനകത്ത് നിൽക്കും. പച്ചക്കറി ഒരുപാട് ഡ്രൈ ആയി പോകത്തില്ല. പച്ചക്കറിയുടെ പച്ചമണമൊക്കെ മാറി നല്ല പരുവത്തിനായി വന്നിട്ടുണ്ട്. നമ്മൾ 3 തരത്തിലുള്ള സോസുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് സോയാ സോസാണ് ഇപ്പം ഞാൻ ചേർത്തത്, കറുത്ത നിറത്തിലുള്ളത്. പിന്നെ ടൊമാറ്റോ സോസ്, എല്ലാ പാസ്ത ഇനത്തിൽപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റിനും ടൊമാറ്റോ സോസ് മസ്റ്റാണ്. അതിനുശേഷം സ്വീറ്റ് ചില്ലി സോസ് നല്ലതാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ള ഒരു ഫ്ലേവറാണ്. അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കി ചേർക്കുക. പച്ചക്കറിയുടെ എല്ലാ ഭാഗത്തും ആ സോസ് വരത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഇനി നമ്മൾ തോർത്ത് വെച്ചിരിക്കുന്ന സ്പഗറ്റി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സ്പഗറ്റി ഒട്ടി പിടിച്ചിട്ടില്ല, അതിനാണ് എണ്ണയൊക്കെ ചേർത്ത് നമ്മളത് തിളപ്പിച്ചത്. ഇനിയും അധികം പൊട്ടിപ്പോകാതെ ഒരു വശത്ത് നിന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പ് ചേർക്കണം. സ്പഗറ്റി വേവിച്ചപ്പോൾ ഉപ്പ് ശകലം ചേർത്തിരുന്നു, എന്നിരുന്നാലും ഇതിന് എത്ര ഉപ്പ് ചേർത്താലും ഉപ്പ് പിടിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. അത്യാവശ്യം ഉപ്പ് വേണ്ടുന്നവർക്കാണെങ്കിൽ ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. ആ സോസുകളെല്ലാം എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ടയാണ് ഏറ്റവും അവസാനം നമ്മളിതിൽ ചേർക്കുന്നത്. മുട്ട ചേർത്തതിന് ശേഷം ചെറുതായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. ആ മുട്ട എല്ലാ ഭാഗത്തും നമ്മൾ സെർവ് ചെയ്യുമ്പോൾ എല്ലാവർക്കും എല്ലാം കിട്ടത്തക്ക രീതിയിൽ അത് നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഇത് ഇത്രയും 4 പേർക്ക് ധാരാളമുണ്ട്. നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന 4 പേർക്ക് കഴിക്കാനായിട്ടുണ്ട്. അത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റുക. അത്ര മനോഹരമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ ഈ യൂറോപ്യൻ സ്റ്റൈൽ ഭക്ഷണം നമ്മുടെ ഭക്ഷണത്തിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട്. ഇതൊന്നും ഇപ്പം അത്ര പരിചിതമല്ലാത്തതല്ല. എല്ലാവർക്കും ഇപ്പം ഈ പ്രത്യേകിച്ച് ഈ ചാനലിലൂടെയൊക്കെ നമ്മൾ ഈ ഭക്ഷണങ്ങളെല്ലാം കാണുന്നുണ്ട്. സോസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മസ്റ്റാർഡ് സോസോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ സ്വീറ്റ് ചില്ലി സോസോ അങ്ങനെയുള്ള ഏതെങ്കിലും സോസ് ചേർത്ത് നമുക്കിത് ഭക്ഷണം കഴിക്കും. ഇതിനിപ്പം സോസൊന്നും ഇതിനകത്ത് ചേർത്തില്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റിയാണ്. കാരണം നമ്മളിത് പാകം ചെയ്തപ്പം അത്യാവശ്യം സോസൊക്കെ ചേർത്താണ് ഇതിന്. സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള മാതാപിതാക്കൾ ഈ ഭക്ഷണം കുട്ടികൾക്ക് തീർച്ചയായിട്ടും വെച്ച് കൊടുക്കണം. നല്ല എനർജറ്റിക്കാണ്. ഒരു ദിവസം മുഴുവനും നല്ല ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. പ്രോട്ടീനുണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. കുട്ടികൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. സാധാരണ പ്രഭാത ഭക്ഷണത്തിനെ പോലെ നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ഇതിന് വേണ്ട. 20 മിനിറ്റ് മാക്സിമം മതി നമുക്ക് രാവിലെ ഈ ഭക്ഷണം തയ്യാറാക്കാനായിട്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. അടുത്തൊരു വിഭവമായിട്ട് ഉടനെ കാണാം. എല്ലാവർക്കും നമസ്കാരം.